ജനകീയാസൂത്രണ മാതൃകയിൽ വിജ്ഞാനം പത്തനംതിട്ട പദ്ധതിയെ വിപുലപ്പെടുത്താനൊരുങ്ങി തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലേവും. ഇതിനോടകം തന്നെ 40 യുവാക്കൾക്കാണ് പദ്ധതി പ്രകാരം വിദേശത്ത് തൊഴിൽ ലഭിച്ചത്. സന്നദ്ധ പ്രവർത്തകരെ കൂടി പങ്കാളികളാക്കിയാണ് പദ്ധതി വിപുലീകരിക്കുന്നത്. ലോകത്തിന് മാതൃകയായ ജനകീയാസൂത്രണം നടപ്പാക്കുന്നതിൽ നിസ്തുല സംഭാവനയാണ് തോമസ് ഐസക്ക നൽകിയിട്ടുള്ളത്. വിജ്ഞാന പത്തനംതിട്ട കേവലം തൊഴിൽദാന പദ്ധതി മാത്രമല്ല, ആത്യന്തിക ലക്ഷ്യം തൊഴിൽ നൽകലാണ്. തൊഴിലെവിടെ? നമുക്ക് നൈപുണ്യ പരിശീലനമൊക്കെ നൽകി വിദേശത്ത് തൊഴിൽ കൊടുക്കാം, ഒരുപാട് പേര് പോണ്ടിനിയും വിടാം. അതുകൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലുണ്ടാവണം. അതിന് പറ്റുന്ന നൂതന വ്യവസായങ്ങളും സംരംഭങ്ങളും വരണം. കൃഷി മാറണം. നിലവിലുള്ള ചെറുകിട വ്യവസായങ്ങൾ, വർക്ക്ഷോപ്പുകൾ ഇവയൊക്കെ നവീകരിക്കപ്പെടണം. ഇതിന് സഹായകരമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം വേണം. ഇനി അവിടെ കൊണ്ട് നിർത്തുന്നില്ല, എല്ലാവരും ഉൾപ്പെടുത്തുന്നതിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, ഇതോടൊപ്പം തന്നെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ. ഇങ്ങനെ പുതിയ വിദ്യയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പിന്തള്ളപ്പെടാൻ പാടില്ല. ലക്ഷ്യം തന്നെ സ്ത്രീകളെ തൊഴിൽ സേനയിലേക്ക് കൊണ്ടുവരാൻ, ജെൻഡർ ഈക്വാലിറ്റി, ഇതൊക്കെ ചേർന്നിട്ടുള്ള വലിയ ഒരു പരിപാടിയാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്നത്. വിജ്ഞാന പത്തനംതിട്ട എന്ന പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരെയും പദ്ധതിയുടെ ഭാഗമാക്കുകയാണ്. 2024 ജനുവരിയിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന പദ്ധതി. അങ്ങനെ ലോകത്തിന് പുത്തൻ മാതൃക കാണിച്ചു കൊടുക്കുകയാണ് തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലേവും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.